നല്ല രുചികരമായിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴയകാല പലഹാരമായിട്ടുള്ള പഴംനുറുക്ക് തയ്യാറാക്കിയാലോ. ഇത് പണ്ടുകാലത്തേ ഉള്ള ഒരു പലഹാരമാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. പപ്പടത്തിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പപ്പടം ഇല്ലാതെയും കഴിക്കും. എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂ. പഴം നുറുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 4 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കുക, എങ്കിലാണ് ടേസ്റ്റ്. തേങ്ങാപ്പാൽ, ശർക്കരപ്പാനി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക, പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും ആവശ്യമായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ ഈ വലിപ്പത്തിലാണ് ഈ പഴം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനേക്കാളും ചെറിയ രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും കൂടെ മിക്സ് ചെയ്ത് 2 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്കായുടെ കുരുവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിളക്കി കൊടുക്കുക. ദേ ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. പഴം നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ചേർത്താൽ മതി. എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ബദാമോ കാഷ്നട്ടോ ചേർത്താൽ മതി. ഇതും കൂടെ ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ പഴം നുറുക്കുന്നത് അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല.